ചേട്ടാ, ഷൊർണൂർ മണ്ഡലം നമ്മൾ പറയുന്നത് പോലെ ഇപ്പോൾ സ്റ്റാർ വാല്യൂ മണ്ഡലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പക്ഷെ അവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അവിടെ BJP സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സജീവമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ സംസാരിക്കുന്ന ശങ്കുറ്റി ദാസാണ് അവിടെ മത്സരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ മത്സരിക്കുന്നത് മമ്മിക്കുട്ടിയുമായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കോൺഗ്രസിൽ കുറേ വിഷയങ്ങളുണ്ട്. ഹരിഗോവിന്ദ് വന്നതുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളുണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ചിത്രം എങ്ങനെയാണ്? രാഹുൽ, ഈ പാലക്കാട് എന്ന് പറയുന്ന ജില്ല ചുവന്ന കോട്ടയാണ് എന്ന് അഹങ്കരിച്ചിരുന്ന CPM ആണ്. അവിടെ ഇപ്പോൾ പാലക്കാട് ഏതാണ്ട് കയ്യിൽ നിന്ന് പോയി. അവിടെ 7 കീറാണ് പാർട്ടി. ഇനി ആകെ അവശേഷിക്കുന്ന 1-2 മണ്ഡലങ്ങൾ ഷൊർണൂറും ഒറ്റപ്പാലവും മലമ്പുഴയൊക്കെയാണ്. ഇവിടെ നമ്മൾ ഷൊർണൂറാണ് പറയുന്നത്. ഈ മമ്മിക്കുട്ടി എന്ന് പറയുന്ന MLA സിറ്റിംഗ് MLA ആണ്. ഈ ചുവപ്പ് കോട്ടയായതുകൊണ്ട് തന്നെ ആര് നിർത്തിയാലും ജയിക്കുമെന്ന രീതിയിലുള്ളൊരു സ്ഥലം കൂടെയാണ് ഈ പറയുന്ന രീതിയിൽ ഷൊർണൂർ. അവിടെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായാധിക്യമുള്ള ഒരു വ്യക്തി എന്നാണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ ചെറുപ്പക്കാർ മത്സരിക്കട്ടെ, ചെറുപ്പക്കാർ രംഗത്ത് ചെറുപ്പക്കാർ വരട്ടെ എന്നൊരു തീരുമാനം എടുക്കേണ്ടതാണ് CPM. പക്ഷേ ഇത്തവണ പിണറായി എന്ന് പറയുന്ന നേതാവ്, അവരുടെ മുഖ്യമന്ത്രി, ഈ ടാസ്ക് എൻ്റെത് മാത്രമായി ഇരിക്കേണ്ട, രണ്ടാമത് ഒരു വേള MLA മാരുടെ അഥവാ തോറ്റ് തുന്നം പാടുകയാണെങ്കിൽ എൻ്റെ കുറ്റമല്ല, നിങ്ങളെ കൂടെ കുറ്റമാണെന്ന് പറഞ്ഞ് കുറ്റം ചാർത്താനാണ് സെക്കൻഡ് ടൈം കൂടെ MLA മാരെ വീണ്ടും മത്സരിപ്പിക്കുന്നത്. നിങ്ങൾ MLA മാർ ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും ചെയ്തെങ്കിൽ നിങ്ങൾ ജയിച്ചേനെ, ചെയ്യാതിരുന്നാൽ ജയിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവർക്ക് ടാസ്ക് കൊടുക്കുക. അല്ല, ഇവിടെ ഞാൻ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തതിന് തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ വളരെ വയസ്സായ മൂത്തൊരു നേതാവ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാടിലെ ഒരു രാഷ്ട്രീയ ചിത്രം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രാഷ്ട്രീയ ചിത്രം മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ ശങ്കുറ്റി ദാസിനെ പോലെ ചാനൽ ചർച്ചയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളെ മത്സരിപ്പിക്കുമ്പോൾ അവിടെ കോൺഗ്രസ് അപ്രസക്തമായി പോകുന്നൊരു സാഹചര്യത്തിൽ അവിടെ BJPയും CPM തമ്മിലൊരു മത്സരം നടക്കുന്ന സാഹചര്യത്തിൽ BJPക്ക് ഒരു സാധ്യത അവിടെ ഉണ്ടാവുന്നുണ്ട്. രാഹുൽ, അങ്ങനെ ഈ കോൺഗ്രസ് അപ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. അതായത് ഹരിഗോവിന്ദ് എങ്ങനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് ചോദിച്ചാൽ, ഹരിഗോവിന്ദ് ശരിക്കും ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാവാൻ ഇരുന്ന ആളാണ്. അവിടെ ഈ പറയുന്ന രീതിയിൽ PK ശശിയാണ് സ്ഥാനാർത്ഥിയാവുന്നത്. PK ശശിയെ ചുവക്കേണ്ടി വരികയാണ് UDF-ന്. മനസ്സിലായില്ലേ? അങ്ങനെ PK ശശി ഒറ്റപ്പാലത്ത് വന്നുകൊണ്ടാണ് ഈ പറയുന്ന ശങ്കുട്ടി ദാസിനൊപ്പം ഹരിഗോവിന്ദ് വരുന്നത്. ശങ്കുട്ടി ദാസിൻ്റെ ഒരു പ്രത്യേകത അവിടെ നമ്മൾ കാണുന്നത്, ഞാൻ നിരവധി ചാനൽ ചർച്ചകളിൽ ഡിബേറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ശങ്കുട്ടി ദാസിൻ്റെ. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ പറയുന്ന ആ വിഷയത്തിൽ നിന്നുകൊണ്ട് വളരെ ലോജിക്കായിട്ടുള്ള കൃത്യമായി മറുപടി കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് ശങ്കുട്ടി ദാസ്. BJP വക്താവായി വരുന്ന ഇപ്പം BJPയുടെയും പിന്നെ കോൺഗ്രസിൻ്റെയും ഒരു പ്രത്യേകത, സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരുടെ നിരയുണ്ട്. അതിലൊന്ന് യുവരാജുണ്ട്. യുവരാജ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന യുവരാജ് ഗോവിന്ദ്, പിന്നീട് ഈ പറയുന്ന ശങ്കുട്ടി ദാസ് ഉണ്ട്. ഇങ്ങനെ നിരവധി മുഖങ്ങൾ, ചെറുപ്പക്കാരുടെ മുഖങ്ങളുണ്ട്. ശങ്കുട്ടി ദാസ് തീർച്ചയായിട്ടും ഒരു യുവമുഖമാണ്. അദ്ദേഹവും CPM കാര്യം ഇവിടെ ഹരിഗോവിന്ദ് അപ്രസക്തമാകുന്നു എന്നാണ് പറയുന്നത്. ഹരിഗോവിന്ദിന് മനസ്സുകൊണ്ട് താല്പര്യമില്ല. ഹരിഗോവിന്ദിന് ഒറ്റപ്പാലത്ത് നിൽക്കാനായിരുന്നു താല്പര്യം. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പിക്ക് ചെയ്ത് ഇട്ടു. മമ്മിക്കുട്ടി എന്ന് പറയുന്ന ഈ ഇത്രയും നാൾ ഇവിടെ ഇരുന്നിട്ട് മണ്ഡലത്തിൽ എന്ത് മാറ്റമുണ്ടായെന്ന് വെച്ചാൽ, ഇപ്പോഴും നമ്മൾ സിനിമകളിൽ കാണുന്ന 4 കെട്ടും പിന്നെ പൊളിഞ്ഞ റോഡും ഒക്കെ ഉള്ള കുറേ സ്ഥലം തന്നെയാണ്. ഈ ഗ്രാമത്തിൻ്റെ ഭംഗിയുണ്ടാവും, ഇതെല്ലാം ഉണ്ട്. പക്ഷെ വികസനം 7 അയലത്ത് അവിടെ എത്തിയിട്ടില്ല. അത് നമ്മളീ പറയുന്ന കണ്ണൂർ എന്നാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പം പാലക്കാട് എന്ന് പറയുമ്പോൾ ഗ്രാമീണ അന്തരീക്ഷം തന്നെയാണ് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നത്. അതിനപ്പുറത്തേക്ക് വികസനങ്ങൾ കൊണ്ടുവരേണ്ടത് അവിടെ വരുന്ന നേതാക്കളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉറച്ച കോട്ടലൊന്ന് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഷൊർണൂർ എന്ന് പറയുന്നത്. രാവിലെ അങ്ങനെ തന്നെയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഉറച്ച കോട്ട എന്ന് പറഞ്ഞിരിക്കും. MLA മാർ ജയിക്കും, പക്ഷെ അവിടെ ഒരു വികസനവും ഒരു മണ്ഡലത്തിലും ഉണ്ടാവില്ല. ഈ നഗരങ്ങളിൽ MLA മാർ വല്ലതും ചെയ്യണമെന്നേ ഉള്ളൂ. ഈ ഗ്രാമപ്രദേശം ഇപ്പം തളിപ്പറമ്പിൽ പോയിട്ടുണ്ടോ? ഞാൻ ഈ പറയുന്ന തളിപ്പറമ്പിലും തലശ്ശേരിയിലും ഒക്കെ 1-2 തവണ ഞാൻ പോയിട്ടുണ്ട്. അവിടെ ഒരു വികസനവും ഇല്ല. നമ്മുടെ സെക്കൻഡ് സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സിറ്റിയും അല്ല, അവിടെ ഒരു വികസനമില്ല. അപ്പോൾ അവിടെ വികസനം എന്ന് പറയുന്ന 7 അയലത്ത് ഈ MLA മാർ CPM MLA മാരെ കൊണ്ട് ഒരു പ്രയോജനം. അവിടെ ശങ്കുറ്റി ദാസ് എങ്ങനെയാണോ വോട്ട് പിടിക്കുന്നത്? ശങ്കുട്ടി ദാസ് യുവതയുടെ വോട്ടിന് സാധ്യതയുണ്ട്. യുവജനങ്ങളുടെ വോട്ട് ശങ്കുട്ടി ദാസിന് കിട്ടാൻ സാധ്യതയുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ ആ ഒരു പെരുമാറ്റ രീതി, ഈ ചാനൽ ചർച്ചയിൽ ഒരു ഉടക്കിനോ വാടാ പോടോ വിളിക്കോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഈ രാഷ്ട്രീയ ഡിബേറ്റുകൾ, ഇദ്ദേഹം പങ്കെടുക്കുന്ന നല്ല ചർച്ചകൾ, ചൂടേറിയ ചർച്ചകൾ, വളരെ ലോജിക്കായിട്ട് എതിർഭാഗത്തിരിക്കുന്ന എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ എന്ത് തന്നെ ചൊറിഞ്ഞാലും, ആങ്കർ ഏത് തരത്തിൽ തിരിച്ച് ചൊറിഞ്ഞിരുന്നാലും അദ്ദേഹം അതിനെ ഒന്നും അങ്ങനെ ഒരു എടുത്തുചാടിയുള്ള മറുപടിയൊന്നുമില്ല. കൃത്യമായ ലോജിക്കായിട്ടുള്ള മറുപടിയാണ്. നല്ലൊരു വ്യക്തിത്വമാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം ഞാൻ യുവരാജിൻ്റെ സംസാരം കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായ കാര്യമാണോ പറയുന്നത് എന്ന് ശ്രദ്ധിക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു BJPയുടെ നയങ്ങൾ തന്നെയാണ് അവിടെ ശങ്കുറ്റി ദാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടുത്തെ ഒരു അടിസ്ഥാന ഒരു വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് അവിടെയുള്ള ആളുകളോട് വികസനം,
അതായത് ശങ്കുട്ടി ദാസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വികസനങ്ങളായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പം നമുക്കറിയാവുന്നതുപോലെ സുരേഷ് ഗോപിയുമായിട്ടുള്ള ബന്ധം ഇന്ന് നരേന്ദ്രമോദി പാലക്കാട് വന്നിട്ടുണ്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും ഇവരെ എല്ലാവരെയും വണ്ടിയിൽ ഇന്നിപ്പോ നമ്മൾ കണ്ട ഒരു രംഗം പത്മജ വേണുഗോപാൽ കൂടെയുണ്ട്. ഇന്നലെ വരെ CC മുകുന്ദൻ, CPIക്കൊപ്പം നിന്ന് CC മുകുന്ദൻ, നാട്ടികയിലെ CC മുകുന്ദൻ ആ വണ്ടിയിലുണ്ട്. ശങ്കുട്ടിദാസിനെ പോലെയുള്ളവരെയൊക്കെ തീർച്ചയായിട്ടും കേന്ദ്രം കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകാൻ കഴിയുമോ എന്നുള്ളത്, വികസനം വരണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എന്ന് പറയാനുള്ള വളരെ സംസാരിക്കാൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ CPM-ഉം BJP-യും തമ്മിലാണ് ശക്തമായിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മത്സരത്തിനൊടുവിൽ ആര് വിജയിക്കാനാണ് സാധ്യത, എങ്ങനെയാണ് അതിന്റെ പോസിബിലിറ്റി വരുന്നത്? ഇപ്പോൾ ശങ്കുട്ടി ദാസാണ് അവിടെ വിജയിച്ചു വരുന്നതെങ്കിൽ അതിന്റെ ഒരു പോസിബിലിറ്റി എങ്ങനെയാണ്? അല്ല, ഇതിൽ ഇവിടെ ഹരിഗോവിന്ദ് ഉണ്ടല്ലോ. അപ്പൊ കോൺഗ്രസിന് കിട്ടാൻ ഇവ രണ്ടുപേർക്കും കിട്ടാനുള്ള വോട്ട്, ഇപ്പൊ മമ്മിക്കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് പാർട്ടിയുടെ വോട്ടാണ്. ഈ പാർട്ടിയുടെ വോട്ട് ആന്റി ഇൻകംബൻസി വികസനം ഇവിടെ വരെ എങ്ങനെയാണ്, വഴി മുരടിച്ച വികസനമാണോ, ഇങ്ങനൊരു MLA വീണ്ടും വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് പിണറായി അറിഞ്ഞുകൊണ്ടാണ് വീണ്ടും ഇവർ ഇട്ടിരിക്കുന്നത്. ഒരിക്കൽ ഇനി വേറൊരു മുഖത്തെ അവതരിപ്പിച്ച് വോട്ട് ഇടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നേരിട്ട് തന്നെ ആൾക്കാർ MLA-യോട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദിക്കാൻ സാധ്യതയുണ്ടാകും. അങ്ങനെ വരുമ്പോൾ മത്സരം ഹരിഗോവിന്ദ് പിടിക്കുന്ന വോട്ട്, ഹരിഗോവിന്ദ് കോൺഗ്രസിന് കിട്ടാനുള്ള വോട്ട്, അത് ശരിക്കും കോൺഗ്രസ് വേണോ അതേ BJP വേണോ എന്ന് വോട്ടർമാർ തീരുമാനിക്കണം. പിന്നെ മമ്മിക്കുട്ടിയുടെ വോട്ടിൽ ശരിക്കും ഒരു സ്പ്ലിറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെയും CPM-ന്റെയും വോട്ട് കൊണ്ട് BJP-ക്ക് പിന്നെ ഒന്നിലും വിടാത്ത വോട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു മത്സരം ഈ മൂന്ന് പേരും തമ്മിൽ തീവാർന്ന മത്സരം നടക്കുമ്പോൾ കോൺഗ്രസിന് കിട്ടുന്ന വോട്ടിന്റെ എണ്ണവും CPM-ന് കിട്ടുന്ന വോട്ടിന്റെ എണ്ണവും ആയിരിക്കും ശങ്കുട്ടിദാസിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ. കാര്യം യുവജനങ്ങൾ തീരുമാനിക്കണം. ഇത് തന്നെയാണെങ്കിൽ നമ്മൾ ഇന്ന് കണ്ടതുപോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ പാലക്കാട് വന്നിരിക്കുകയാണ്. പാലക്കാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് എന്താണ് കാര്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ ഇന്ന് ഓപ്പൺ വണ്ടിയിലാണ് അദ്ദേഹം പോയത്, തുറന്ന വാഹനത്തിലല്ല. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തേക്ക് ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടം കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും ഈ ഷൊർണൂറേക്ക് വരുമ്പോൾ ഷൊർണൂറിൽ ഇപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ വികസന പ്രശ്നങ്ങൾ തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും വർഷമായിട്ട് CPM ഭരിക്കുന്ന ഒരു നാടായിട്ട് പോലും ഗ്രാമീണ ഭംഗിയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് MLA എന്ത് ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കും. MLA-യോട് തന്നെ നേരിട്ട് അവർക്ക് ചോദിക്കാം. അതെ, MLA-യോട് തന്നെ നേരിട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് രണ്ടാമത്തെ ടൈമിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ വയസ്സ്, പ്രായം എന്നിവയെല്ലാം ജനങ്ങൾ കണക്കിലെടുക്കും. ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വയസ്സായ ഒരാൾക്ക് എന്തിനാണ് വീണ്ടും ഞങ്ങൾ അധികാരം കൊടുക്കുന്നത്, കഴിഞ്ഞ 5 കൊല്ലം ഇദ്ദേഹം എന്തു ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ഉന്നയിക്കും. വൈബ്രൻസി കുറവാണ്, അതേ എത്രയും പറഞ്ഞ് ഓടിയെത്തും. അതെ, അതിനപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കുകൾ, ഇപ്പോൾ കോൺഗ്രസിൽ അവിടെ ഒരു തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യവും അതോടൊപ്പം തന്നെ അപ്പോൾ ശങ്കുട്ടിദാസ് എന്ന് പറയുന്നത് നല്ലൊരു പ്ലേസ്മെന്റ് തന്നെയാണ്. ഞാൻ നോക്കിയിട്ട് നല്ലൊരു സ്ഥാനാർത്ഥി തന്നെയാണ്. അവിടെ നല്ലൊരു ഫൈറ്റ് നടക്കും. എന്ത് തന്നെയാണെങ്കിലും ചിലപ്പോൾ LDF-നായിരിക്കാം അവിടെ ഇപ്പോഴും അപ്രമാദിത്വമുള്ളത്. പക്ഷെ അത് കണ്ണുടച്ച് പറയാൻ കഴിയില്ല. കാര്യം കോൺഗ്രസിന്റെ ആന്റി ഇൻകംബൻസി നിൽക്കുകയാണെ. ആന്റി ഇൻകംബൻസി വളരെ ഒരു ഫാക്ടറാണ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് കിട്ടുന്ന വോട്ട് എന്ന് പറയുന്ന ഒരു ഘടകമല്ലേ. കോൺഗ്രസും മത്സരിക്കുന്നുണ്ടല്ലോ, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്. ഇദ്ദേഹം അവതരിപ്പിക്കുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. ഈ പറയുന്ന ശങ്കുട്ടിദാസ് എങ്ങനെയാണ് യുവജനങ്ങളോട് അവതരിപ്പിക്കുന്നത്, രാഷ്ട്രീയത്തിന് അതീതമായി കുറച്ച് വോട്ട് കാണുമല്ലോ. കണ്ണുടച്ച് ഇദ്ദേഹത്തിനെ ജയിപ്പിക്കുന്ന, ഈ മമ്മിക്കുട്ടിയെ ജയിപ്പിക്കുന്നവരുടെ എണ്ണം കുറവായിരിക്കും. കാര്യം ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അല്ല, അങ്ങനെ വരികയാണെങ്കിൽ, അങ്ങനെ ഒരു ട്വിസ്റ്റ് വരികയാണെങ്കിൽ ശങ്കുട്ടിദാസിന് സാധ്യതകളുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പൂർണ്ണമായിട്ടും വിജയിക്കാൻ കഴിയില്ല. പാലക്കാടാണ് CPM ഇപ്പൊ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് അറിയാമല്ലോ. CPM-ന്റെ പാലക്കാടത്തെ അവസ്ഥ അറിയാമല്ലോ. ഈ ഷൊർണൂറും മലമ്പുഴയും പറയുന്ന ഒറ്റപ്പാലവും മാത്രമേ ഉള്ളൂ. ഒറ്റപ്പാലത്ത് തന്നെ ഇപ്പം ശശി ഒരു വലിയ തലവേദനയാണ്. പോയി കഴിഞ്ഞില്ലേ, പാലക്കാട് തന്നെ ആ സീറ്റ് പോയില്ലേ. കാര്യം ഇവരുടെ കയ്യിലുള്ള സാധനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വലിയ പരീക്ഷണം നേരിടേണ്ടി. എത്ര തന്നെ പ്രഗത്ഭനായ MLA എന്ന് പറഞ്ഞിരുന്നാലും ഇദ്ദേഹം ജയിക്കും എന്ന് അങ്ങ് കയറി പറയുന്നില്ല. പക്ഷെ വോട്ട് വിഹിതം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ നല്ല രീതിയിൽ ഒരു വോട്ട് വിഹിതം ശങ്കുട്ടിദാസിന് കൊണ്ടുവരാൻ കഴിയും. ചിലപ്പോൾ ഇതൊരു തുടക്കമായിരിക്കാം. എങ്ങനെ ഒരു മാറ്റത്തിന്റെ തുടക്കം എന്ന രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഒരു സാധ്യത ഇവിടെ കാണാൻ കഴിയും. പിന്നെ ചെറുപ്പക്കാരനാണ്, കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ടിസ്റ്റ് അടക്കാം. കേരള രാഷ്ട്രീയമാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിലുള്ളതുപോലെ എല്ലാ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഒരു വോട്ട് ഷെയർ വർധനവിന്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും.